മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ ഡേ. രാവിലെ അമ്പലത്തിൽ പോയി നല്ലോണം പ്രാർത്ഥിച്ചു. അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പോയി. വെയിറ്റ് കൊടുത്ത് ഞാൻ 85 കാറ്റഗറിയിലാണ് ഇറങ്ങുന്നത്. അതിനുശേഷം ഒന്ന് സൺബാത്ത് ചെയ്തു. അതിനുശേഷം ടാനിങ് സ്റ്റാർട്ട് ചെയ്ത്. സ്പെഷ്യൽ താങ്ക്സ് ടു പ്രവി. കൊല്ലത്തുനിന്ന് അവൻ എനിക്ക് ടാൻ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. താങ്ക് യു മുത്തേ. തൃശ്ശൂരുള്ള കുറച്ച് ചെങ്ങായിമാരെ കിട്ടി. ഭയങ്കര അഡ്വൈസിങ്ങും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇത് ബാക്കി നിൽക്കുന്നതാണ് ബീച്ച് ചേട്ടൻ. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. താങ്ക്സ് ചേട്ടാ. മിസ്റ്റർ കേരള എന്നുള്ളൊരു സ്റ്റേജിൽ കയറാൻ പറ്റിയത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ഞാൻ ഒരു 3 വർഷമുള്ള ഈ ഫീൽഡിൽ വന്നിട്ട് അതിനകത്ത് 2.5 വർഷമേ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. 2023 നവംബറിൽ ആക്സിഡൻറ്റ് പറ്റി. ജൂൺ വരെയും ഞാൻ റെസ്റ്റിലായിരുന്നു. അതിനുശേഷം 8 മാസം കൊണ്ടാണ് ഞാൻ ഈ ഫിഗർ ഉണ്ടാക്കിയത്. ഇതിനകത്ത് ഞാൻ തന്നെയാണ് എൻ്റെ ട്രെയിനർ. ഞാൻ തന്നെയാണ് എൻ്റെ ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊരു ട്രെയിനറോ ഒരു കോച്ചോ ഒന്നുമില്ല. ഒരു 1 മാൻ ആർമി എന്ന് പറയാം. ഞങ്ങളുടെ കാറ്റഗറിയിൽ ഫസ്റ്റ് വന്ന ചേട്ടനാണ് കേരളയുടെ ടൈറ്റിൽ വിൻ ചെയ്തത്. ഇത് സാജൻ ബ്രോ. ഞങ്ങൾ സെക്കൻഡിന് വേണ്ടി ഉള്ള കമ്പാരിസനാണ് നടക്കുന്നത്. ആ ബ്രോ പത്തനംതിട്ടയിലെ ടൈറ്റിൽ റണ്ണറപ്പാണ്. ഇവരോടൊക്കെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ ഞാൻ മിസ്റ്റർ കേരള സെക്കൻഡ് റണ്ണറപ്പായി. ഐ എം സോ ഹാപ്പി. എൻ്റെ വൈഫും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങൾ അതിനുശേഷം അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചു, റെസ്റ്റ് എടുത്തു. Thank you guys.